സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന മസ്ജിദ് കോൺഫറൻസ് ചെമ്മാട് താജ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. വഖഫ് സംവിധാനത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു. പരിപാടി KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി ഉദ്ഘാടനം ചെയ്തു. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വഖഫ് നിയമ ഭേദഗതി മഹല്ലുകളുടെ ദൗത്യം എന്ന പ്രമേയത്തിലാണ് KNM സംസ്ഥാന മസ്ജിദ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. പരിപാടി KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം സമുദായത്തിൻ്റെ മതപരവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ സകല മേഖലകളിലും പള്ളി മഹല്ലുകൾ നിർണായകമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ക്രിയാത്മകമായി മഹല്ലുകളുടെ പ്രവർത്തനങ്ങളെ സജീവമാക്കുന്നതിനും പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളും കൂടുതൽ ശാസ്ത്രീയവും മെച്ചപ്പെട്ട രീതിയിലും ഉപയോഗപ്പെടുത്തുവാൻ മഹല്ല് ഭാരവാഹികളെ പ്രാപ്തരാക്കുക, പുതിയ വഖഫ് ഭേദഗതിയിൽ നിലനിൽക്കുന്ന ആശങ്കകൾ ചർച്ച ചെയ്യുക, വസ്തുനിഷ്ഠമായി വിഷയത്തെ പഠിക്കുവാനും സംശയങ്ങൾ ദൂരീകരിച്ച് നൽകുക തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും മസ്ജിദ് കോൺഫറൻസിൽ ചർച്ച ചെയ്തത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ഉണ്ണീൻകുട്ടി മൗലവി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയായി. സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂരിഷ, വൈസ് പ്രസിഡന്റുമാരായ AP അബ്ദുസമദ്, പ്രൊഫസർ NV അബ്ദുറഹ്മാൻ, സംസ്ഥാന സെക്രട്ടറി M സൊലാഹുദ്ദീൻ മദനി, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഷർഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ, ഈസ്റ്റ് ജില്ലാ KNM സെക്രട്ടറി T യൂസുഫ് അലി സുലാഹി, തിരൂരങ്ങാടി യത്തീംഖാന സെക്രട്ടറി MK ബാവ, ISM സംസ്ഥാന സെക്രട്ടറി സിറാജ് ചേലേമ്ര, MSM സംസ്ഥാന സെക്രട്ടറി IMB സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA കബീർ, P കുഞ്ഞി മുഹമ്മദ് അൻസാരി, K ഹംസ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വഖഫ് മഹല്ലുകളുടെ ദൗത്യം എന്ന വിഷയത്തിൽ ചർച്ചാ സമ്മേളനത്തിൽ കേരള സംസ്ഥാന വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ വിഷയാവതരണം നടത്തി. നമ്മുടെ രാജ്യത്തിൽ വഖഫ് എന്ന് പറയുന്ന ഒരു ആശയത്തെ, ഒരു സംവിധാനം, അത് ദുർബലമാക്കാൻ, ബലഹീനമാക്കാൻ, ക്ഷീണിപ്പിക്കാൻ സംഘികളുടെ മൂശയിൽ ജന്മമെടുത്തതിൽ കഴിഞ്ഞ പാവനങ്ങളിൽ അവതരിപ്പിച്ച അന്ന് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് കേരളത്തിൽ വളരെ ഗൗരവമായി എല്ലാ അവസരങ്ങളിലും സാമൂഹിക പ്രസ്ഥാനം ഇത് സംബന്ധമായ ചർച്ചകളും സംവാദങ്ങളും ഡിബേറ്റുകളും ഡിസ്കഷനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഈ ബില്ലിൽ ലക്ഷ്യപ്പെടുന്നത്, ഉന്നയിച്ചു കൊടുക്കുന്നത് നമ്മുടെ ദീനി സ്ഥാപനങ്ങളായ മദ്രസയായാലും വ്യക്തികാരായാലും പള്ളികളായാലും ദർശനങ്ങളായാലും ദീനി സ്ഥാപനങ്ങളെ നിഷ്കാസനം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് നിയമം പോകുന്നുണ്ടെന്ന് നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ടത്. 3ാം ബോഡി ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ലിൽ എന്നുള്ളതിനപ്പുറം ഈ ബില്ലിൽ ഒരു ഫ്ലാഷ് ബാക്ക് കടന്നുപോയാൽ ഇത് യഥാർത്ഥത്തിൽ ജന്മം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സംഘികളുടെ മുസ്ലിം ഗർഭപാത്രത്തിൽ ഇത് ജന്മം കൊടുക്കുന്നത് 2ാം ബോഡിയാണ്. KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ KA അബ്ദുൽ ഹസീബ് മദനി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. KNM സംസ്ഥാന സെക്രട്ടറി MP അബ്ദുസമദ് സുല്ലമി, UAE ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പ്രതിനിധി VK സക്കറിയ എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. സംഘാടക സമിതി കൺവീനർ N കുഞ്ഞിപ്പ മാസ്റ്റർ, NV ഹാഷിം ഹാജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന പഠന ക്ലാസ്സിൽ KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ PP അബ്ദുൽ ഹക്ക് അധ്യക്ഷത വഹിച്ചു. KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ സ്രോതാക്കളിൽ സ്വാധീനം ചെലുത്തുന്ന ഖുതുബ, KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ AI അബ്ദുൽ മജീദ് സ്വലാഹി, മസ്ജിദുകളുടെ സാമൂഹ്യ ദൗത്യം, കേരള ജമിഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഹനീഫ് കായക്കൊടി, മിമ്പറുകളിൽ നിന്നും ഉയരുന്ന തൗഹീദ് സന്ദേശം, KNM സംസ്ഥാന സെക്രട്ടറി A അസ്ഗർ അലി, നമുക്ക് ജാഗ്രതയോടെ മുന്നേറാം എന്നീ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. PC കുഞ്ഞിമുഹമ്മദ് മാസ്റ്റർ, ബൈ അഷ്റഫ് ചെട്ടിപ്പടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സമ്മേളനത്തിൽ 2000-ഓളം പ്രതിനിധികൾ കേരളത്തിൻ്റെ വിവിധ മഹല്ലുകളിൽ നിന്നായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.